മധ്യേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പടരുകയാണ്. ഇസ്രയേലിൻ്റെ ആകാശത്ത് നമ്മൾ കണ്ടത് വെറും വെടിക്കെട്ടുകളല്ല, മറിച്ച് ഇറാൻ്റെ കരുത്തുറ്റ മിസൈൽ തീർത്ത അഗ്നിവർഷമായിരുന്നു. ലോകം ഉറ്റുനോക്കുന്ന ഒരു സംഘർഷം ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. കേവലം ഡ്രോണുകളിൽ ഒതുങ്ങി നിന്നിരുന്ന ആക്രമണങ്ങൾ മാറി അതീവ പ്രഹരശേഷിയുള്ള മിസൈലുകളുമായി ഇറാൻ തിരിച്ചടിക്കുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് ഇസ്രയേലും അവരുടെ സഖ്യകക്ഷിയായ അമേരിക്കയുമാണ്. ഈ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ നീക്കം ഇസ്രയേലിൻ്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ദിമോന ആണവ നിലയത്തിന് നേരെ നടന്ന ആക്രമണമാണ്. അതീവ സുരക്ഷാ മേഖലയെന്ന് കരുതിയിരുന്ന ഇവിടത്തേക്ക് 3ഓളം മിസൈലുകൾ പതിച്ചു എന്നത് ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ പാളിച്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ആണവോർജം കൈവശമുണ്ടെന്ന് കരുതപ്പെടുമ്പോഴും അന്താരാഷ്ട്ര ഏജൻസികളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള ഈ മേഖല തകർക്കപ്പെട്ടത് വലിയ വാർത്തയായി മാറിയിരിക്കുന്നു. നിരവധി കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രയേലിൻ്റെ അഭിമാനമായിരുന്ന അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ്റെ മിസൈലുകളെ തടയുന്നതിൽ പരാജയപ്പെടുന്നുവോ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ്. തുരുതുരായി എത്തുന്ന മിസൈലുകൾ തടയാൻ കഴിയാതെ അയൺ ഡോം സിസ്റ്റങ്ങൾ ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവ വീണ്ടും റീലോഡ് ചെയ്യാനായി 48 മണിക്കൂർ നേരത്തെ വെടിനിർത്തലിന് പോലും അമേരിക്ക ശ്രമിക്കുന്നുണ്ടെന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഇത് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളുടെ വിപണിയെ പോലും പ്രതിസന്ധിയിലാക്കിയേക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ നിർമ്മിത F-35 വിമാനങ്ങളെ തകർക്കാൻ ഇറാന് സാധിച്ചുവെന്നത് പ്രതിരോധ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു റഡാറിനും കണ്ടെത്താൻ കഴിയില്ലെന്ന് അവകാശപ്പെടുന്ന ഈ വിമാനത്തെ തകർക്കാൻ ഇറാന് സാധിച്ചത് അവരുടെ സാങ്കേതിക വളർച്ചയുടെ തെളിവാണ്. $3000 മാത്രം വിലയുള്ള ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന വിമാനങ്ങളെ വെല്ലുവിളിക്കുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. ട്രംപും നെതന്യാഹുവും നടത്തുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കിടയിൽ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാവുകയാണ്. മിസൈലുകളുടെ കൂടെ വരുന്ന ബോംബുകൾ ജനവാസ കേന്ദ്രങ്ങളിൽ വീണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. മരണസംഖ്യ കൃത്യമായി പുറത്തുവിടാൻ ഇസ്രയേൽ തയ്യാറാകുന്നില്ലെങ്കിലും പരിക്കേറ്റവരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. ഒരു മലയാളിയുടെ മരണം സംബന്ധിച്ച വാർത്തകളും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. യുദ്ധം നിർത്തി സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും തങ്ങൾ പരാജയം സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ ഇപ്പോൾ 4000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം മധ്യേഷ്യയെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു വൻ യുദ്ധമായി മാറുമോ എന്ന ഭീതിയിലാണ് ലോകം. യുദ്ധം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. എത്രയും വേഗം ചർച്ചകളിലൂടെ സമാധാനം കണ്ടെത്തുകയാണ് ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുവാനുള്ള ഏക വഴി.